ഹായ് ഫോക്സ്. സോ വീക്ക്ലി റിവ്യൂ. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിൽക്കുവാണ്. നമ്മളൊരു റേഞ്ചിന്റെ ഇക്വിലിബ്രിയത്തിലും അപ്പർ കോൺട്രൻറ്റിലും ലോവർ കോൺട്രൻസിലും ആയിട്ട് കയറി ഇറങ്ങി നിൽക്കുവാണ്. നമുക്കൊരു ക്ലിയർ ബയാസ് ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല, പക്ഷെ മാർക്കറ്റ് റിയലി ബുള്ളിഷ് ആണ്. പക്ഷെ നമുക്ക് മാർക്കറ്റിന്റെ നമ്മുടെ ബയാസിനെതിരെയായിട്ട് നമുക്ക് ഈവൻ ദോ നമ്മുടെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ വളരെ നല്ലോണം പെർഫോം ചെയ്യുവാണ്. US എക്കോണമി നല്ലോണം പെർഫോം ചെയ്യുമായിരുന്നിട്ടും നമുക്ക് ഒരുപാട് ഫോളിങ് പ്രൊപ്പഗാൻഡാസ് വരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഫെഡ് ചെയർമാനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. അതേപോലെ തന്നെ ഇറാനിയൻ കോൺഫ്ലിക്ട്സും അതേപോലെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് കറന്റ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. പോരാത്തന്നെ നമുക്ക് മൺഡേ ഹോളിഡേയും കൂടെയാണ്, ബാങ്ക് ഹോളിഡേ ആണ്. ആരും മൺഡേ ട്രേഡ് ചെയ്യരുത്. സോ നമുക്ക് വീക്കിലി അനാലിസിസ് നോക്കാം. മൺഡേ ഹൈ നമുക്ക് ട്യൂസ്ഡേ മൺഡേ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. അപ്പൊ നമുക്ക് അതേ കണക്ക് നമ്മുടെ വെനസ്ഡേ അത് കൊണ്ടുവന്നത് നമ്മുടെ ഒരു ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് ആയിരുന്നു. ആ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പ് നമ്മുടെ ന്യൂ ഇയറിന് ശേഷം ഉണ്ടായിരുന്ന മന്ത്ലി ഓപ്പൺ, ലിറ്ററലി നമ്മുടെ ഇയർലി ഓപ്പണിൽ ടാപ്പ് ചെയ്തു, പ്രൈസ് തിരിച്ചു വന്നിട്ട്. ആൻഡ് അവിടുന്ന് ഒരു ആഫ്റ്റർനൂൺ ടൈം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു 1:30 നമുക്ക് റിവേഴ്സൽ കിട്ടി. പിറ്റേ ദിവസം തേഴ്സ്ഡേ ആ ഒരു റിവേഴ്സൽ ഓവർനൈറ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്തു. തേഴ്സ്ഡേ ആ ഒരു റിവേഴ്സൽ സ്റ്റോപ്പ് ആയത് നമ്മുടെ 1050 മാക്രോയിലാണ്. ആ 1050 മാക്രോയിൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ അപ്സൈഡ് ഡെലിവറി തന്ന് മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് തിരിച്ച് നമ്മുടെ ആ ഒരു റേഞ്ചിലേക്ക് വന്നത്. റേഞ്ച് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു റേഞ്ചിന്റെ 50%ലേക്ക് വന്നു. കറക്റ്റ് 50%ൽ നമുക്കൊരു PDRA അവൈലബിൾ ആയിരുന്നു. ആ ഒരു PDRA യൂസ് ചെയ്ത് പ്രൈസ് തിരിച്ചും ഗ്രാവിറ്റേറ്റ് ചെയ്ത് ഫ്രൈഡേ നമുക്കൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. തിരിച്ച് ഹയർ ഹൈ ക്രിയേറ്റ് ആയില്ല. ഫ്രൈഡേ ബുള്ളിഷ് ഡേ, ഒരു ക്ലാസിക് ബൈ ഡേയുടെ ഫീച്ചേഴ്സ് തന്നിട്ട് എക്സാക്ട്ലി മാർക്കറ്റ് ഓപ്പണിന്റെ ഫ്യൂ മിനിറ്റ്സ് മുമ്പ് നമ്മുടെ നാസ്ഡാക്ക് ലണ്ടൻ ഹൈ എടുത്തിരുന്നു. നമുക്ക് ES ലണ്ടൻ ഹൈ എടുത്തില്ല. അപ്പൊ അവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ 9:30 ശേഷം നമുക്ക് ഇവിടെ ഒരു SMT ഫോം ആയി. നമ്മളൊരു ഷോർട്ട് ടേം ഹൈ എടുത്തു. നമുക്കൊരു റിവേഴ്സൽ കിട്ടി ഒരു പ്രീവിയസ് ഡേ PDRAയിലേക്കാണ്. അവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ റേഞ്ചിലേക്ക് റിവേഴ്സ് ആയി. റേഞ്ച് ഏതാന്ന് ചോദിച്ചാൽ എക്സാക്ട്ലി നമ്മുടെ ഫ്രൈഡേ ട്രേഡിംഗ് റേഞ്ച്. തിരിച്ച് നമ്മളെ ഫ്രൈഡേ ട്രേഡിംഗ് റേഞ്ചിലേക്ക് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ട്രാപ്പ് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് ക്ലോസ് ആയി. സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് വീക്കിൽ നടന്ന ഓവറോൾ കാര്യങ്ങൾ. ഒരു ബ്യൂട്ടിഫുൾ വീക്ക് ആയിരുന്നു. നമുക്ക് ഇതേ കണക്കത്തെ അടിപൊളി വീക്സ് ഈ ഇയറിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരുപാട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ഒരു വീക്കാണ്. നിങ്ങൾക്ക് എന്താ പറയാ, വളരെ റിസ്ക് ലോ ആയിട്ട് നിങ്ങളൊരു പീസ് ഓഫ് ദ പൈ നിങ്ങൾ മാർക്കറ്റിൽ കയറി ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വിന്നിങ് ട്രേഡ് അല്ലെങ്കിൽ 2 ലൂസിങ് ട്രേഡ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ബിഗിനേഴ്സിനെ ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ആസ് ഓഫ് നൗ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ്. എന്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ക്രിപ്റ്റോയും ഫോറക്സും അല്ല, എന്തുകൊണ്ടാണ് ഫ്യൂച്ചേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ, ഫോറക്സ് റീസെന്റ് നമുക്കൊരു 2 years ആയിട്ട് ഭയങ്കര റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുവാണ്. ഫോറക്സ് മാർക്കറ്റ് യൂറോ USD GBP USD ഒക്കെ ഭയങ്കര റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുവാണ്. നമുക്കൊരു ഹൈ എക്സ്പ്ലോസീവ് മൂവ് ബുള്ളിഷ് സൈഡിലേക്കോ ബെയറിഷ് സൈഡിലേക്കോ കിട്ടുന്നില്ല. അങ്ങനെ വരാനും പറ്റത്തില്ല, കാരണം അതൊരു എക്കണോമിക് ക്രാഷിന്റെ ബേസിലായിരിക്കും. നമുക്കിപ്പോൾ ഒന്നെങ്കിൽ യൂറോ ക്രാഷ് ആവണം അല്ലെങ്കിൽ ഡോളർ ക്രാഷ് ആവണം. ഇത് രണ്ടും ഇമ്പോസിബിൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ കൂടാതെ പൗണ്ടും നമുക്കിപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ ജാപ്പനീസ് പെയർ കണക്ക് ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു പെയറും ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഒരു പെയറും നമുക്ക് വളരെ ഒരു ബുള്ളിഷ് സിനാറിയോയിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകാം. നാസ്ഡാക്ക് ഒരു ബുള്ളിഷ് അസറ്റ് ആണ്. ഒബ്വിയസ്ലി സ്റ്റോക്സും കമ്പനീസും അമേരിക്കൻ സ്റ്റോക്സും ഉറപ്പായിട്ടും മുകളിലോട്ട് തന്നെ പോവേണ്ട ഒരു കളക്ഷൻ ഓഫ് ആസറ്റ്സ് ആണ്. സോ ഏറ്റവും കൂടുതൽ ഡോളർ വാല്യൂ ഉള്ളത് ESലാണ്. ES ആണ് അപ്പം മോസ്റ്റ് പ്രോബബ്ലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സാധനം. ESന്റെ ഡെറിവേറ്റീവ് ആയിട്ടും ESന്റെ ഡോളർ വാല്യൂവും കാട്ടി അത് കഴിഞ്ഞിട്ടും ബോണ്ടും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 4th or 5th പ്ലേസിലാണ് നാസ്ഡാക്ക് വരുന്നത്. പക്ഷെ നാസ്ഡാക്കിൽ വളരെ നല്ല മൂവ്മെന്റ്സ് കിട്ടാറുണ്ട്. ക്ലീൻ മാർക്കറ്റ് ആണ്. നിങ്ങളിപ്പം പഠിച്ചിരിക്കുന്ന പല സെറ്റപ്സും ഈ മാർക്കറ്റ്സിൽ ഇപ്പൊ ഞാൻ ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചാർട്ട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലീൻ ആയിട്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് ട്യൂസ്ഡേ ഹൈ ഓഫ് ദ വീക്ക് ഫോം ചെയ്തു, നമുക്ക് വെനസ്ഡേ ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്തു. സോ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽസ്. ഫ്രൈഡേ തിരിച്ച് റേഞ്ചിൽ വരും. സോ ഞാൻ പറഞ്ഞിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് വീക്സിൽ പോകുകയാണെങ്കിലും അതേ കണക്കത്തെ ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആസ് ഓഫ് നൗ എനിക്ക് നമ്മുടെ ചാർട്ട്സിൽ പറയാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഉള്ളൂ. എനിക്ക് പിന്നെ നിങ്ങളോട് പറയാനുള്ള വേറെ കാര്യം, നിങ്ങൾ റിസ്ക് റിവാർഡ് നിങ്ങൾ മാക്സിമം
ചെറുതായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ റിസ്ക് റിവാർഡ് മാക്സിമം ഒരു 1:2 അല്ലെങ്കിൽ 1.5:2 എന്നുള്ളൊരു റേഷ്യോയിൽ കീപ്പ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ട്രേഡ്സും ഒക്കെ വളരെ ചെറിയ റിസ്ക് റിവാർഡിലുള്ള ട്രേഡ്സ് ആണ്. നിങ്ങൾ എനിക്ക് അയക്കുന്ന കുറച്ച് ടെലഗ്രാമിലൊക്കെ അയക്കുന്ന ട്രേഡ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ട്രേഡ് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ അത്രയും വലിയ ട്രേഡ് എക്സാമ്പിൾസിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രൊട്ടക്റ്റഡ് ലോ കണ്ടെത്തുക, നിങ്ങൾ ആ പ്രൊട്ടക്റ്റഡ് ലോയിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് അവിടുന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡ്, അത് എക്സാക്ട്ലി ഒരു മാക്രോ ടൈമിങ്സിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമിംഗ് ആണ് 9:30 to 9:45 to 10:30 എന്നുള്ളൊരു ടൈം പീരീഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലണ്ടൻ സെഷൻ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2:30 to 3 അല്ലെങ്കിൽ 4:50 to 5:50 5:30 എന്നുള്ളൊരു ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. നിങ്ങൾക്ക് ഡെയിലി ഒരു സെറ്റപ്പ്, നിങ്ങൾ 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡെയിലി ഒരു സെറ്റപ്പ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റപ്പ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ നമുക്കിപ്പം ലൈഫ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഫോറക്സിനും അടിപൊളിയായിട്ട് ലൈക്ക് അവര് സ്പ്രെഡും കാര്യങ്ങളും സ്ലിപ്പേജസും കൊണ്ടുവരാൻ പോകണം. ലൈക്ക് ഇപ്പം ആസ് ഓഫ് നൗ ലൈക്ക് ഇപ്പം ഇത്രയും ചെറിയൊരു സ്പ്രെഡാണ്. എക്സാക്ട്ലി എൻ്റെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ആ സ്പ്രെഡ് അവന്മാർ ഇങ്ങനെ ആക്കും. അത് മൾട്ടിപ്പിൾ പ്രോപ്പ് ഫോംസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമ്മളെ മോഡൽ തന്നെ പ്രോബബിലിസ്റ്റിക് ടേംസിൽ നിങ്ങളെയൊക്കെ വിൻ റേറ്റ് ഓൾമോസ്റ്റ് 35-40-50% വിൻ റേറ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സ്പ്രെഡും സ്ലിപ്പേജും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അത് നമ്മുടെ റിസ്ക് റിവാർഡിൽ ആഡ് ചെയ്യണം. അതൊക്കെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ തലവേദനയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വൺ ഓഫ് ദ ക്ലീൻ മാർക്കറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്, CME മാർക്കറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഫ്യൂച്ചേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡിലും അതേപോലെ ഫോറക്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ, നിങ്ങൾ ഒന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളൊരു പ്രോഫിറ്റബിലിറ്റി കണ്ടെത്തിയിട്ടില്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് വരാനായിട്ട് എൻകറേജ് ചെയ്യുന്നു. ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് സ്കെയിൽ ചെയ്യാനും നിങ്ങൾക്ക് എന്താ പറയുക മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് കണക്റ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് പോസിബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. സോ ഫ്യൂച്ചേഴ്സ് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ മാർക്കറ്റാണ്. അടുത്ത എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പാർഷ്യൽസ് എടുക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാർഷ്യൽസിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവനിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് കാരണം ഓരോ ട്രേഡിനും നിങ്ങൾ ഓരോ കോസ്റ്റ് എന്താ പറയുക എൻകർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു കോസ്റ്റ് എന്ന് വെച്ചാൽ കമ്മീഷനാണ്, നിങ്ങളുടെ സെക്കൻഡറി കോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിന്റെ കോസ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളിപ്പം ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലോങ് പൊസിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്രേക്ക് ഈവൻസ് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പ്രൈസ് നിങ്ങളുടെ ട്രേഡ് എൻട്രായി നിങ്ങൾക്ക് തിരിച്ച് കുറച്ച് ഇതായി നിങ്ങളുടെ എക്സാക്ട് ടൈമിങ്ങിൽ പ്രൈസ് മുകളിലോട്ട് പോയി. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഒരു ബ്രേക്ക് ഈവൻ സെറ്റപ്പ് ചെയ്യാം. ഒരു ബ്രേക്ക് ഈവൻ എടുക്കേണ്ട കണ്ടീഷൻസ് ഒക്കെ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ ആക്കാം. നിങ്ങളുടെ അപ്പോൾ ഈ ട്രേഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇതിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ് മുകളിലോട്ട് നോക്കുമ്പം ഈ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് ഒരു പാർഷ്യൽ ഇൻകർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഒരു പൊസിഷന്റെ ഒരു സൈസ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബിഗിനേഴ്സിന്റെ അടുത്ത് ഒബ്വിയസ്ലി ബ്രേക്ക് ഈവൻ എടുക്കാനേ പറയത്തുള്ളൂ. നിങ്ങൾ മാക്സിമം ബ്രേക്ക് ഈവൻ ആക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഹൈയോ ഒരു ലോയോ ഒരു 15 മിനിറ്റ് ഹൈയോ ഒരു 4 അവർ ഹൈയോ ഒരു 1 അവർ ഹൈയോ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക് ഈവൻസിന്റെ സിറ്റുവേഷൻസ് നോക്കുക. അത് നിങ്ങൾ പാർഷ്യൽസ് ഇനിഷ്യലി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽസ് ആണ്, നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് നിങ്ങളെ ട്രേഡ് തീരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പേയ്മെന്റ്സ് കളക്ട് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽസിൽ ഫോക്കസ് ചെയ്യാം. രണ്ടും ഈ ബ്യൂട്ടിഫുൾ വേസ് ആണ്. പക്ഷെ ഞാൻ ബിഗിനേഴ്സിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാറ് എപ്പോഴും ബ്രേക്ക് ഈവൻ സ്ട്രാറ്റജി ട്രൈ ചെയ്യുക എന്നതാണ്. സോ നിങ്ങളുടെ വിൻ റേറ്റിൽ അത് എഫക്റ്റ് ആവില്ല. നിങ്ങൾക്ക് ഒരു ലോസ് വരുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ ബ്രേക്ക് ഈവൻ ആണ്. സോ നിങ്ങൾ ആ പ്രൈസിന് ബ്രീതിങ് സ്പേസ് കൊടുക്കണം. പ്രൈസ് തിരിച്ച് നിങ്ങളുടെ എൻട്രി പ്രൈസിൽ വന്നിട്ട് തിരിച്ചത് പോയി TP അടിച്ച സിനാരിയോസ് കാണാം. നിങ്ങളെ ടേക്ക് ഔട്ട് ചെയ്തൊരു TP അടിച്ച സിനാരിയോസ് കാണാം. ആ സിനാരിയോസിലൊക്കെ നിങ്ങൾ ജസ്റ്റ് പ്രൈസ് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ടൈം ഏതിലാണോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു ഇത് നോക്കുക. നിങ്ങൾക്ക് ട്രേഡിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ടൈമിൽ നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു എൻട്രി എടുത്തു, ഞാൻ കാണിച്ചു തരാം 1 സെക്കൻഡ്. നിങ്ങൾക്കിപ്പം ഈ ഒരു പോയിന്റിൽ നിങ്ങളൊരു എൻട്രി എടുത്തു, നിങ്ങളുടെ TP സ്റ്റേക്ക് പ്രോഫിറ്റ് ഇവിടെയാണ്. നിങ്ങൾക്കൊരു 1:2 റിസ്ക് റിവാർഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന്റെ ഇമ്പൾസീവ് മൂവ് ഫോം ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും മതി നിങ്ങൾക്ക് ഒരു ട്രേഡ്. ഇത് നിങ്ങൾക്ക് ഇതൊരു റിയൽ ട്രേഡാണ്. ഈ ഒരു ട്രേഡൊക്കെ നിങ്ങൾക്ക് റിയലി തിരിച്ച് നിങ്ങൾ എത്ര കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, നിങ്ങൾ മിനിയിലാണോ മൈക്രോയിലാണോ എൻ്റർ ചെയ്തത്, നിങ്ങൾക്ക് അതൊക്കെ ഡോളർ എമൗണ്ടിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കമ്പൈൻഡ് ഇൻറ്റു 5 അക്കൗണ്ട്സ് 10 അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ
നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ കൊണ്ടുവരാം. നിങ്ങൾ ആവറേജ് ഹ്യൂമൻസ് ഈ ലോകത്തുള്ള എത്ര ഹൈ ഏർണിംഗ് ഇൻഡിവിജ്വലിനെയും കാട്ടിയുള്ള ഒരു സിംഗിൾ പേയ്മെന്റ് നിങ്ങൾ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്തു. സോ നിങ്ങൾക്ക് ആ ഒരു ദിവസം നിങ്ങളുടെ ഈഗോ വെച്ച് നിങ്ങൾക്ക് എക്സിറ്റ് ആവാവുന്നതാണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എത്ര പെർഫോം ചെയ്തു, അത് കഴിഞ്ഞ് മാർക്കറ്റ് എത്ര പോയി, നിങ്ങൾ വിത്തിൻ മിനിറ്റ്സ് നിങ്ങളുടെ അടിപൊളി ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അപ്പം പിന്നെ മാർക്കറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾ എന്താ പറയാ ഷോർട്ട് ആയിട്ടുള്ള ഗോൾസ് എയിം ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന കണക്ക് ബേസ് ഹിറ്റ്സിനെ പ്രിഫർ ചെയ്യുക. ലൈക്ക് ഇങ്ങനത്തെ ഒരു ഒറ്റ ട്രേഡ്, വെനസ്ഡേ ഇങ്ങനത്തെ ഒരു ഒറ്റ ട്രേഡ്, മാർക്കറ്റ് എത്ര പോയെന്ന് വി ഡോണ്ട് കെയർ. നിങ്ങൾ പാർഷ്യൽസോ ബ്രേക്ക് ഈവൻസോ ലൈക്ക് അത് നിങ്ങളുടെ ട്രേഡ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ ഒരു റണ്ണർ ലീവ് ചെയ്യാൻ വേണ്ട ഒരു കാര്യമില്ല. ഈ സെയിം ട്രേഡ് നമ്മൾ ബൈയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ബൈ ചെയ്യാവുന്നതായിരുന്നു. നിങ്ങൾക്ക് 1:2 റിസ്ക് റിവാർഡിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രേഡ് അവിടെയും കിട്ടാവുന്നതാണ്. സോ നിങ്ങളുടെ പൊസിഷനിങ്ങും സൈസിങ്ങും നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റിന്റെ ബേസിൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് ഹൈ ഡ്രീംസ് വേണം. പക്ഷെ നിങ്ങൾ ഇനിഷ്യലി നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പം നിങ്ങളിപ്പം ഒരു ഹെൽപ്പ് തേടുന്ന സിനാരിയോയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വലിയ റൺസിന് എയിം ചെയ്യരുത്. ഞാൻ പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പോലും ബേസ് ഹിറ്റ്സിലാണ് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് സ്കെയിലിംഗ് ആണ് പ്രധാനം, അതല്ല നമുക്ക് ഒരു വലിയ റണ്ണറല്ല നമുക്ക് പ്രധാനം. സോ അത് കീപ്പ് ഇൻ മൈൻഡ്. സോ എനിക്ക് ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവരുടെ മുമ്പിൽ എനിക്ക് അനൗൺസ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈവ് Q&A സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മോസ്റ്റ്ലി വീക്കെൻഡ്സിലായിരിക്കും അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും ലിങ്ക് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും എനിക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈംസിലെല്ലാം നിങ്ങൾക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് അവരുടെ സക്സസ് സ്റ്റോറീസും ഒരുപാട് പേർക്ക് അത് ബെനിഫിഷ്യൽ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഈ ഒരു ഇയർ ഫുള്ള് നിങ്ങളുടെ കൂടെ ഞാൻ കാണും. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ഈ ഇയർ ഞാൻ നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കിയിരിക്കും. പിന്നെ എനിക്ക് നിങ്ങൾ എൻട്രി മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിരുന്നു. എൻട്രി മെത്തേഡ്സ് കുറച്ചുകൂടെ ആന്റിസിപ്പേറ്ററി മൂവ് ആണ്. നിങ്ങളുടെ ബയാസും കാര്യങ്ങളും ഓവറോൾ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് എൻട്രി ആണ് ഇഷ്യൂ എങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് 75% ഡൺ. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എൻട്രി പാറ്റേൺസും കൂടെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ആസ് ദാറ്റ്. നിങ്ങൾ ഓൾമോസ്റ്റ് ഡൺ. സോ എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് റിസ്ക് മാനേജ് ചെയ്യും. ബി സേഫ്, ട്രേഡ് സേഫ്. ബൈ ഫോക്സ്.